സ്റ്റുഡൻസ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. സോ ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് BSW കോഴ്സാണ്. സോ ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കോഴ്സ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന് കീഴിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ലേണേഴ്സ് എടുക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ BSW കോഴ്സ്. അപ്പോൾ ഇഗ്നോയിലെ BSW കോഴ്സിൻ്റെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BFSW എന്നുള്ളതാണ്. കോഴ്സ് ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്കാണ്, പക്ഷേ ഇതിൻ്റെ പ്രോഗ്രാം കോഡ് BFSW എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ +2 ഇക്വലൻ്റ് ആയിട്ട് അഥവാ +2 ക്വാളിഫിക്കേഷനുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കോഴ്സിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും ഈ കോഴ്സിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്സാംസും ഒക്കെ എഴുതാൻ എളുപ്പം. സോ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവൈലബിൾ ആണ് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ 3 ഇയർ മേജർ അഥവാ 4 ഇയർ ഓണേഴ്സ് രീതിയിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് ഫോർത്ത് അതേപോലെ തന്നെ 5th 6th 7th 8th സെമസ്റ്ററിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും പേരെന്താണ്, ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്രെഡിറ്റ്സ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാം ടെംപ്ലേറ്റിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന അഥവാ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടേബിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കോഴ്സസാണ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ആ കോഴ്സസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിന് മുൻപ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. സോ ആ ഒരു ഇൻഫോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ ഡീകോഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സ് മാത്രം ആയിരിക്കില്ല പഠിക്കുന്നത്. പക്ഷേ സോഷ്യൽ വർക്ക് എന്നതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം പേപ്പേഴ്സ് നമ്മൾ പഠിക്കും. എന്നിരുന്നാൽ പോലും മറ്റ് പല പേപ്പേഴ്സും അഥവാ മറ്റ് പല സബ്ജക്ട്സും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. സോ നമ്മൾ പഠിക്കുന്ന മെയിൻ സബ്ജക്ട്സ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പേപ്പേഴ്സിനെ നമുക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് വിളിക്കാം. അഥവാ അതാണ് കോർ കോഴ്സസ്, അഥവാ അതാണ് മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ മറ്റ് കുറച്ച് കോഴ്സുകളും കൂടി പഠിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് പേപ്പേഴ്സ്. നമ്മളിപ്പോൾ ഏതൊരു കോളേജിലും ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഒരു ഡിഗ്രി എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ലാംഗ്വേജ് പേപ്പേഴ്സ് പഠിക്കും. നമുക്കറിയാലോ, ഇംഗ്ലീഷും ഹിന്ദിയും അങ്ങനത്തെ ലാംഗ്വേജസ് പഠിക്കും. അപ്പോൾ ഇഗ്നോയിൽ നമുക്ക് ഹിന്ദി പഠിക്കേണ്ടി വരില്ല. ഹിന്ദി ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് പേപ്പേഴ്സ് നമ്മൾ പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇതൊരു ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിൻ്റെ കൺസർവേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റ് അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഇഗ്നോയിലുണ്ട്. അത് എല്ലാ ഡിഗ്രി സ്റ്റുഡൻസും പഠിക്കേണ്ട പേപ്പറാണ്. അതിൻ്റെ കോഴ്സ് കോഡ് BVA 181 എന്നുള്ളതാണ്. സോ അത് ഇഗ്നോ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ലാംഗ്വേജ് കോഴ്സസും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല പഠിക്കേണ്ടത്, മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടി അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ടച്ച് നമ്മുടെ പഠനത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസും ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ BA ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളും BA ഹിസ്റ്ററി ആൻഡ് ദി സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു പേപ്പർ പഠിക്കുന്നുണ്ടായിരിക്കും. BA ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളും ഹിസ്റ്ററിയുടെ കോർ പേപ്പേഴ്സ് കൂടാതെ അയാൾ ചിലപ്പോൾ ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ ഒരുപക്ഷെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ എല്ലാ സബ്ജക്ട്സും തമ്മിൽ ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്നാൽ ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറുള്ള ചില സബ്ജക്ട്സ് നമ്മൾ പഠിക്കേണ്ടി വരും. ഞാൻ ഹിസ്റ്ററിയുടെ എക്സാമ്പിളാണ് പറഞ്ഞത്. നമുക്ക് സോഷ്യൽ വർക്ക് വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി കോമൺ വാല്യൂ ആഡഡ് കോഴ്സസ് എന്ന രീതിയിലും മറ്റ് ചില കോഴ്സസ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് അഥവാ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് അതിനെയാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയുക. മറ്റ് പല കോഴ്സസും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ ആ കാര്യങ്ങളാണ് ഈ ടേബിളിൽ പല പല ഹെഡിങ്സിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെമസ്റ്റർ വരുമ്പോഴത്തേക്കും
നമ്മൾ പഠിക്കേണ്ട ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുന്നത് BSW 121 എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഈ BSW 121 എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വീണ്ടും അതിൻ്റെ ലിസ്റ്റും ആ സബ്ജക്റ്റിൻ്റെ പേരും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിനുശേഷം അതേപോലെ തന്നെ മൈനർ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അപ്പോൾ നമുക്ക് പഠിക്കാനില്ല. ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസിൻ്റെ കീഴിൽ നമുക്ക് IDC അതേപോലെ SEC 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോമൺ വാല്യൂ ആഡഡ് കോഴ്സ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് സെമ്മിൽ മൊത്തത്തിൽ 20 ക്രെഡിറ്റ്സിനാണ് പഠിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററും വായിക്കുക. അതേപോലെ തേർഡും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും സെവൻത്തും എയ്ത്തും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 3 ഇയേഴ്സിനാണ് നമ്മുടെ കോഴ്സ്. 3 ഇയേഴ്സോടുകൂടി നമ്മൾ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് ഡിഗ്രി വിത്ത് എ മേജർ ഇൻ സോഷ്യൽ വർക്ക് ആയിരിക്കും കിട്ടുക. അതേസമയം 4 വർഷവും നമ്മൾ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് 4ാമത്തെ വർഷമാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്കിൽ നമുക്ക് ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിലെ എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോഴ്സ് നിർത്തി നമ്മൾ പോവുക അല്ലെങ്കിൽ ഒരു എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു UG സർട്ടിഫിക്കറ്റ് ആയിരിക്കും. UG സർട്ടിഫിക്കറ്റ് ഇൻ സോഷ്യൽ വർക്ക് ആയിരിക്കും കിട്ടുക. അതേസമയം സെക്കൻഡ് ഇയറിൻ്റെ അവസാനം നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് UG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ആയിരിക്കും കിട്ടുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വർഷം, അതായത് സാധാ ഡിഗ്രി 3 വർഷമായിരുന്നു. പിന്നീട് നമ്മുടെ 4 ഇയർ പ്രോഗ്രാം വന്നപ്പോഴാണ് ഇഗ്നോയിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നത്. സോ 3 വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് ഡിഗ്രി ആയിരിക്കും കിട്ടുക. 4ാമത്തെ വർഷത്തിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അഥവാ കോഴ്സ് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്കിൽ ഓണേഴ്സ് ഡിഗ്രിയും ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഓണേഴ്സ് ഡിഗ്രിയും അതേപോലെ തന്നെ ഈ UG വിത്ത് എ മേജർ ആ ഡിഗ്രിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് 3 വർഷത്തിൽ കംപ്ലീറ്റ് ആവുന്നു, മറ്റേത് 4 വർഷത്തിൽ കംപ്ലീറ്റ് ആവുന്നു. പക്ഷേ ഈ ഓണേഴ്സ് ഡിഗ്രി എടുത്ത ആളുകൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ എന്താ പറയുക ഡയറക്റ്റായിട്ട് PhDക്ക് പോകാം. അങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഇന്ന് പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു 4 ഇയർ കോഴ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർക്ക് 3 വർഷത്തിന് ശേഷം ഡിഗ്രി വിത്ത് മേജർ ഇൻ സോഷ്യൽ വർക്കുമായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സോഷ്യൽ വർക്ക് എന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ്, അതായത് നമ്മൾ പഠിക്കുന്ന മെയിൻ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, BSWൻ്റെ മെയിൻ സബ്ജക്ട്സ് എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതായത് നമ്മൾ പഠിക്കേണ്ട പ്രോഗ്രാംസ്, അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ്, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ ഉണ്ട്. പിന്നെ സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കും സോഷ്യൽ വർക്ക് പ്രാക്ടിക്കും ആയിരിക്കും നമുക്ക് 3rd സെമസ്റ്ററിൽ വരിക. 4th ഹ്യൂമൻ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ്, പിന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 7 വരുന്നു. 5th സെമസ്റ്ററിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 5 ആണ് വരുന്നത്. 6th സെമസ്റ്റർ വരുമ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 9 ആണ് വരുന്നത്. സോ നമുക്കൊരു പ്രാക്ടിക്കലോ അങ്ങനത്തെ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഗ്നോ കൃത്യമായിട്ട് അത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ അഥവാ ഹാൻഡ് ബുക്കിൽ, പ്രൊജക്റ്റ് ഗൈഡ് ബുക്കിലൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റെപ്സ് തരികയും നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ലഭ്യമാവുകയും ചെയ്യും. സോ അതിനെക്കുറിച്ച് ആരും വറീഡ് ആവേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കോഴ്സ് അഥവാ ബന്ധപ്പെട്ട സബ്ജക്ട്സ് എല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്ന ലാംഗ്വേജ് കോഴ്സസ് ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഏതാണ്, കോമൺ വാല്യൂ ആഡഡ് കോഴ്സസ് ഏതാണ് എന്ന് പറയാത്തത് അത് വളരെ ലെങ്തി വീഡിയോ ആയി പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെയിൻ സബ്ജക്ട്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ലാംഗ്വേജ് പേപ്പേഴ്സാണ്. അപ്പോൾ ലാംഗ്വേജിൽ നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഓപ്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷ് എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ് ആയിട്ട് കുറേ സജഷൻസ് വരുമ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. കോമൺ വാല്യൂ ആഡഡ് കോഴ്സസ് വരുമ്പോഴും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ മെയിൻ പേപ്പേഴ്സ് ഏതാണ് എന്നുള്ളതാണ്. പിന്നെ ലാംഗ്വേജ് എടുക്കുമ്പോൾ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ, ഇപ്പോൾ ഇവിടെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, സാൻസ്ക്രിറ്റ് എന്നീ ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയേക്കാളും ഈസി ആയിരിക്കും ഇംഗ്ലീഷ്. പിന്നെ ഉറുദുവും സാൻസ്ക്രിറ്റും ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല, എസ്പെഷ്യലി ഇൻ ദി സിനാരിയോ ഓഫ് കേരള. ഓക്കെ, സോ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ് വരുമ്പോഴും ഇതുപോലെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ. സോ അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു വരുന്ന കേസസിലെല്ലാം നിങ്ങൾ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. നമുക്കൊരു ഓപ്ഷൻ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും വേണ്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സോ ആ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് BSW കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ MSW കോഴ്സ് ഒരുപാട് പേര് ഇഗ്നോയിൽ ചെയ്യുന്നതാണ്. സോ അതിൻ്റെ തന്നെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ശരിക്കും BSW എന്ന് പറയുന്നത്. സോ ഇത് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത്തവണ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടുള്ള അഡ്മിഷൻ സെഷൻസിനും വളരെ റെലവൻ്റ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദി ചാനൽ ഫോർ മോർ ഇഗ്നോ റിലേറ്റഡ് അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒരു 24 hours തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. സോ നമ്മുടെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 95 62 63 64 69 എന്നുള്ള നമ്പറാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യാനുള്ളത്. സോ ഹാവ് എ ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസ് ഫ്രം ഇഗ്നോ യൂണിവേഴ്സിറ്റി. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.